മമ്മൂട്ടി മോഹൻലാൽ കോമ്പോയിൽ ഒരു ചിത്രം എത്താൻ പോകുന്നു എന്ന് പറഞ്ഞു. നമ്മളൊരു മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റാർ ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ള അതിനേക്കാളും ഉപരി ഇതൊരു മഹേഷ് നാരായണൻ്റെ സിനിമ. സൂര്യ വേദിയിൽ ചേർത്ത് പിടിച്ചു. സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നുണ്ട്, നാഷണൽ അവാർഡ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാളും മേലെ കങ്കു ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായി നെഗറ്റീവ് കമന്റ്സുകൾ പറയുന്ന ആളുകളുണ്ട്. അല്ല, അത് ഓരോരുത്തരും ഇഷ്ടമല്ല. ഓരോ സിനിമ ഇപ്പം എനിക്ക് തന്നെ ഹിറ്റായ എത്ര സിനിമകൾക്ക് നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. ഏകദേശം എത്ര മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു മേക്കപ്പിംഗ് എന്ന് പറയുന്നത്? 1:00 1:30 നമ്മൾ റൂമിൽ നിന്ന് റെഡിയായി ഇറങ്ങിയാൽ മാത്രമേ നമുക്കൊരു 3:00 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 3:00 സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്കൊരു 6:30 അല്ലെങ്കിൽ 7 നമുക്കൊരു അപ്പോകാലിപ്റ്റോ ആ ഒരു സിനിമയുടെ ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്ലഡിൻ്റെ കളർ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് അപ്പോകാലിപ്റ്റോ ആയാലും നമ്മുടെ മലയാളം ആയാലും ഏത് സിനിമ ആയാലും റെഡ് തന്നെയാണ്. ജീവിതത്തിന് ചേട്ടൻ അവാർഡ് കിട്ടുമെന്ന് ആദ്യമായി പറഞ്ഞതും പ്രവചിച്ചതും ജ്യോതികയായിരിക്കും. നിങ്ങൾ മലയാളീസ് മാത്രം നാഷണൽ അവാർഡ് മേടിക്കല്ലെന്ന് വെച്ചിട്ട് തന്നെ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു. ഷെയ്ഖാൻ്റെ അന്ന് പോയിട്ട് വീണ്ടും വന്നിട്ട് അയ്യോ ഞാൻ മിസ് ചെയ്ത സിനിമയാണ്. കാര്യം എനിക്കറിയാം സൂര്യ സാറിൻ്റെ അടുത്തും വിക്രത്തിൻ്റെ അടുത്തും ബ്ലിസാർ ഈ സ്ക്രിപ്റ്റ് പറയാൻ പോയിട്ടുണ്ടായിരിക്കും. പുള്ളി മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കാരവാനിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കൈ ചെയ്യുമ്പോൾ മാത്രം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തരും. ബാക്കിയുള്ള സമയത്ത് ഫുള്ള് മേക്കപ്പ് ഇടുമ്പോഴും വർക്കൗട്ട് ചെയ്യാം. രാജു ഇതിനു വേണ്ടി ഭക്ഷണം പോലും കഴിക്കാതെ രാജു ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തിരിഞ്ഞെന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. ചേട്ടൻ തന്നെയല്ലേ ചോട്ടാ മുംബൈക്ക് വേണ്ടി? അതെ, അവസാനക്കാലം കൂടുതൽ സിദ്ദിഖ് ചന്ദ്രപ്പൻ എന്നുള്ള ക്യാരക്ടർ. ചന്ദ്രപ്പന് ആ ഒരു റെഫറൻസ് എങ്ങനെയാണ് വരുന്നത്? സത്യം പറഞ്ഞാൽ നമ്മളൊരു പൂവാലൻ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന പോലെ അതാണ് നമ്മൾ അങ്ങനെ ഒരു ഹെയർ ഒക്കെ അങ്ങനത്തെ ടെയില് പോലെ ഒരു കണ്ടു കഴിഞ്ഞ ഒരു കോഴിയുടെ ഒക്കെ. സെക്കൻഡ് പാർട്ടില് കാർത്തിയുടെ വലിയൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കാമെന്നാണോ? ഉണ്ടാവും. കാത്തിരുന്ന് സൂര്യ ചിത്രം കങ്കുവ റിലീസായിരിക്കുകയാണ്. കങ്കുവയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രഞ്ജിത്ത് അമ്പാടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം ചേട്ടാ. ഇപ്പൊ കങ്കുവയുടെ ഓളമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവുന്നു. പക്ഷെ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴാണെങ്കിൽ കണ്ടിട്ടുള്ളത് സൂര്യ വേദിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, രഞ്ജിത്ത് സാർ ഇദ്ദേഹമാണ് എന്നെ മാറ്റിയത് എന്ന് പറഞ്ഞ ഒരു മൊമെന്റ്. അതിനെ എങ്ങനെയാണ് ചേട്ടൻ ഇപ്പോഴും ഓർത്തെടുക്കുന്നത്? അല്ല, അത് ഒരു അപ്രതീക്ഷിതമായിട്ട് നടന്നതാണ്. ഞാൻ കൊച്ചിയിൽ അദ്ദേഹം വന്നതുകൊണ്ട് കാര്യം 2 വർഷം നമ്മൾ വർക്ക് ചെയ്ത സിനിമ അതിലൊരു പ്രൊമോഷനായിട്ട് വന്നു. അപ്പോൾ കൊച്ചിയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഇരിക്കും അപ്പോൾ കൊച്ചിക്കൊന്ന് പോയി കാണാം. സാധാരണ നമ്മുടെ എല്ലാ സിനിമയ്ക്കും നമ്മൾ പ്രൊമോഷന് പോകാറില്ല. പിന്നെ ലുലു മാളിൽ ഓൾറെഡി നമുക്കൊന്ന് 2 പർച്ചേസ് ഉണ്ടായിരുന്നു. എന്നൊക്കെ കൂട്ടത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും വൈഫ് കുടിച്ച് ഷോ നടക്കുന്നുണ്ട് അവിടെ പ്രൊമോഷൻ്റെ. അത് പോവാറായി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഹായ് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചൊരു ഹായ് പറഞ്ഞോളൂ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോഴാണ് അദ്ദേഹം വിളിച്ചായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നുണ്ട്, നാഷണൽ അവാർഡ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാളും മേലെയാണ്. കാര്യം ഞാനിപ്പോൾ ഒരു തമിഴിൽ തന്നെ മണിസാറിൻ്റെ കടൽ, ഇപ്പോൾ കങ്കുവ, അങ്ങനെ 2-3 സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ തമിഴ് ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10-30 സിനിമ ചെയ്തതിനൊരു ഗുണം ചെയ്തു. അതുപോലെ ഒരു ഗുണം ചെയ്തു. ഈ ഒരു വിളി അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ അറിയാത്തവരും എല്ലാവരും അന്വേഷിക്കും ആരായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് സാറിന് സ്റ്റേജിൽ പറയുന്നുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, എന്നെ മാറ്റിയതാണ്, നമ്മുടെ ക്രൂവിനെ വെളുപ്പിനെ 3 മണിക്കൊക്കെ. അത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 15 സെക്കൻഡിൽ ആ ഡയലോഗിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഇന്ത്യയിലുള്ള എല്ലാ അവാർഡും കിട്ടിയ പോലെയാണ്. അതെ, അതിൽ സൂര്യക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതിൽ 3000-ഓളം പേർക്ക് നിങ്ങൾ തന്നെയാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു 3000-ഓളം പേരെ ആ ഒരു ലെവലിലേക്ക് മേക്കപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു സമയമൊക്കെ എങ്ങനെയാണ്? ഇത് നമ്മൾ ഫസ്റ്റ് ഒരു ഡിസ്കഷനിൽ തന്നെ മനസ്സിലായി. ആദ്യം നമ്മൾ മെയിൻ ആർട്ടിസ്റ്റുകളെ മാത്രമാണ് ക്യാരക്ടർ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഓരോ ക്ലാൻ ഉണ്ട്, ഓരോ ഗ്രൂപ്പിനും ഓരോ ക്ലാൻ ഉണ്ട്. ആ ക്ലാനിൽ ഇത്ര പേരുണ്ട്, 300-400 പേരുണ്ട്. ഇവർക്ക് ഒരുമിച്ച് കോമ്പിനേഷൻ ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ഡിസ്കഷനിൽ വന്നപ്പോൾ തന്നെ മനസ്സിലായി, ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കൂടെയുള്ള ഒരു ക്രൂവോ അല്ലെങ്കിൽ കേരളത്തിലുള്ള മാത്രം ഒരു ചെറിയൊരു ക്രൂവിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരെ വിളിച്ചിട്ടൊരു വർക്ക് ചെയ്യിക്കാൻ നടക്കില്ല. അത് പക്ഷേ നമ്മുടെ ഒരു ടൈമിന് അത് തീരില്ല. അങ്ങനെ ഒരു മനസ്സിൽ തോന്നിയുകൊണ്ടാണ് നമ്മൾ വേറെ അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും അല്ലാതെ പല ADs പല ആൾക്കാർക്കും വേണ്ടി നമ്മൾ ഓഡീഷനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ബുദ്ധി എനിക്ക് തോന്നിയിട്ട് ഞാൻ കേരളത്തിൽ തന്നെ ഒരു 2-3 സ്ഥലങ്ങളിൽ ഒരു ഓഡീഷൻ നടത്തി. അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അതായത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, പുതിയതായിട്ട് വരുന്നവർ, മേക്കപ്പിൻ്റെ കോഴ്സ് പഠിച്ചവർ, അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ, ചെന്നൈ പല സ്ഥലത്തായിട്ട് അന്വേഷിച്ച് ഒരു 2-3 ഓഡീഷനിൽ എനിക്കൊരു 10-30 പേരോളം ആളുകളെ കിട്ടി. അതിൽ നിന്ന് നമ്മൾ ആരാണ് കുറച്ചുകൂടി എക്സ്പെർട്ട് നമ്മുടെ ഈ വർക്കിന്? പ്രോസെറ്റിക് ഉണ്ട്, പല ടൈപ്പ് വർക്കുകൾ. അതായത് ഒരു ടാറ്റു വർക്ക് ഉണ്ടാവും, ബോഡി പെയിൻറ്റിങ് ഉണ്ടാവും, പ്രോസെറ്റിക് ഉണ്ടാവും, നമ്മൾ അല്ലാതെയുള്ള ഗ്ലാമർ മേക്കപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല കാറ്റഗറിയിലുള്ള വർക്ക് ചെയ്തവരും അതിനേക്കാളും നമ്മൾ കൂടുതൽ നോക്കിയത് ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പകുതി കൂടുതൽ ആൾക്കാരും സിനിമ വർക്ക് ചെയ്യാത്ത ആളുകളാണ്. അതായത് സിനിമ ആദ്യമായിട്ടൊക്കെ വരുന്നവർ. പക്ഷേ അങ്ങനത്തെ ഒരു ക്രൂവിനെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം ഒരു
അവർ ആ ഒരു 10-18 പേരെ നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ പല ലുക്ക് ടെസ്റ്റിനും പല വർക്കിനും കൊണ്ടുപോയി നോക്കിയിട്ട് അതിൽ നിന്ന് ബെറ്റർ എന്ന് തോന്നി, അല്ലെങ്കിൽ നമുക്ക് ഈ വർക്ക് ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഇൻട്രസ്റ്റ് ആണ് അവർക്കെന്ന് അറിഞ്ഞ ഒരു 8-10 പേരാണ് നമ്മുടെ ക്രൂവിലുണ്ടായിരുന്നത്. ഏകദേശം എത്ര മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു മേക്കപ്പിംഗ് എന്ന് പറയുന്നത്? നമുക്ക് ശരിക്കും നമുക്കൊരു 6-6:30 ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ക്രൂ ഉണ്ട്. ഒരു 600-800 ക്രൂ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു മിനിമം ഒരു 4 hours 5 hours വേണം. അപ്പോൾ നമ്മൾ അതുകൊണ്ടൊരു 3 o'clock സ്റ്റാർട്ട് ചെയ്യും. 3 o'clock എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നമ്മുടെ ഒരു അക്കോമഡേഷൻ തന്നിരിക്കുന്ന സ്ഥലത്ത് എല്ലാം ഫോറസ്റ്റും അങ്ങനത്തെ ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു 1.5 hour ജേർണി ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു 1 o'clock 1:30 നമ്മൾ റൂമിൽ നിന്ന് റെഡിയായി ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് 3 o'clock സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 3 o'clock സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്കൊരു 6-6:30 അല്ലെങ്കിൽ 7 നമുക്കൊരു 500-600 പേര് നമുക്ക് ഫസ്റ്റ് ഷോട്ടിന് വേണ്ട നമ്മുടെ സൂര്യ സാർ അടക്കമുള്ള അവരെ ക്രൂവിലുള്ള മെയിൻ ആളുകൾ. ഇത് സൂര്യയുടെ മാത്രം ഒരു ഗെറ്റപ്പിന് എത്ര സമയം വേണ്ടി? 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ. നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഓൾറെഡി ഒരു സ്കെച്ച് അല്ലെങ്കിൽ ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാനും നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഷെഡ്യൂളും ഓരോ ക്ലാൻഡായിരിക്കും മെയിനായിട്ട് വർക്ക് വരുന്നത്. അപ്പം ഞാനീ പറഞ്ഞ പോലെ ഒരു എനിക്കൊരു 50-60ഓളം മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളിൽ. അത് ചെന്നൈയിൽ നിന്നുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു 10-30 പേരുണ്ട്, ബാംഗ്ലൂരുണ്ട്. ഇതിൽ സ്റ്റുഡൻസ് ഉണ്ട്, അല്ലാതെ എന്നേക്കാൾ സീനിയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ക്രൂ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഓരോ, അതായത് ഒരു സിനിമയ്ക്ക്, നമ്മൾ സാധാരണ സിനിമയ്ക്ക് ഒരു മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ നമ്മൾ പഠിച്ചതും അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കാര്യമായാലും അതിൻ്റെ ഒരു 10% ഒക്കെ നമുക്ക് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരുള്ളൂ, 1-2 ക്യാരക്ടേഴ്സ് മാത്രം. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെയല്ല. ഈ സിനിമയ്ക്ക് നമ്മൾ ഈ മേക്കപ്പിൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ മേക്കപ്പിന് അതിന് മുകളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള വർക്കായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവരെ ഒരു ബാച്ച് ഉണ്ടാവും. അവർക്കൊരു 10-15 ഒരു ടീം ഉണ്ടാവും. അവരായിരിക്കും ഹെയർ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത്. ഒരു ബോഡി ടാനിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസ്തറ്റിക് വർക്ക് നോക്കാൻ വേറൊരു ടീം ഉണ്ടാവും. അതിനൊരു ലീഡർ ഉണ്ടാവും. അപ്പോൾ ഈ മെയിൻ ഒരു 4-5 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ രാവിലെ മുതൽ ഓരോ ടെൻറ്റിൽ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഈ മെയിൻ ലീഡേഴ്സിന് നമ്മൾ ഈവനിങ് ആകുമ്പോൾ നാളത്തെ ഡിസ്കഷനും അതിൻ്റെ എന്താണ് വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രയൽ ചെയ്യുകയും അത് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും. അപ്പോൾ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഞാൻ സൂര്യ സാർ ഉണ്ടെങ്കിലും മെയിൻ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ഈ പ്രോസ്തറ്റിക്കിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ ആ ഏരിയയിലായിരിക്കും ഞാൻ കൂടുതലും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടെൻറ്റുകളിൽ നിന്നൊന്നും ചെല്ലുക, അല്ലെങ്കിൽ നമുക്ക് വാക്കി ടോക്കി വഴി ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുത്തെ എത്ര ടൈം എടുക്കും, എത്ര ആൾക്കാർ റെഡിയായി, അപ്പം അതിനനുസരിച്ച് ഫാസ്റ്റ് ചെയ്ത് തരണം. അതിപ്പോൾ നമ്മളൊരു 1 വീക്ക് ആയപ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്ന് ഈ പറഞ്ഞ 3 മണിക്ക് വരിക, 6 മണിക്ക് എല്ലാവരും വർക്ക് എടുക്കുക. ഓക്കെ. അതിൽ എനിക്ക് ചില സീൻസിൽ അപ്പോക്കാലിപ്റ്റോ ആ ഒരു സിനിമയുടെ ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില അവരുടെ നീലച്ചായൊക്കെ തേച്ച് വരുന്ന ഒരു ടീമുണ്ട്, അതിലൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ശ്രദ്ധിക്കും, കാണും. ഇപ്പോൾ പ്രത്യേകിച്ച് ഓസ്കാറോ അല്ലെങ്കിൽ പല പല അവാർഡ് കിട്ടുന്ന സിനിമകൾ, അതിൻ്റെ മേക്കിംഗ് കാണും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുപഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനൊരു സിനിമയ്ക്ക് ഇതുപോലെ ഒരു വർക്ക് ആവശ്യം വന്നു എന്ന് തോന്നിയപ്പോൾ നമ്മൾ കണ്ട സിനിമകളൊക്കെ ഒന്നുകൂടി കാണുകയും, അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ടൈപ്പ് വർക്കുകളുണ്ട് ആ വർക്കുകളൊക്കെ നമ്മൾ മാത്രമല്ല നമ്മുടെ ക്രൂ മൊത്തം ഒരു സ്ക്രീനിങ് ഒക്കെ നമ്മൾ നടത്തുമായിരുന്നു. ഡെയിലി ഈവനിങ് ആകുമ്പോൾ എല്ലാവരും കാണിക്കാനും, ഈ പലർക്കും സ്കെച്ച് ചെയ്യാൻ അറിയുന്നവർ, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ റെഫറൻസ് ഇതിനേക്കാൾ ബെറ്റർ ഉള്ള റെഫറൻസ് എടുക്കാൻ പറ്റുന്ന ആളുകൾ, ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇതൊന്നും, അതായത് നേരെ കോപ്പി അടിച്ച് ചെയ്യാതെ നമ്മുടെ ഈ ക്യാരക്ടേഴ്സും ഈ കഥയ്ക്കും അല്ലെങ്കിൽ ഈ ഒരു തമിഴ് സിനിമയ്ക്കും എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഈ ആർട്ടിസ്റ്റിനെ കംഫർട്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൽ നിന്നൊക്കെ നമ്മൾ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടാവും, നമ്മുടെ ടീമിനെ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ സൂര്യ സാറിൻ്റെ ഡോട്ട്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ചില സിനിമകളൊക്കെ ഉണ്ട്, അത് വേറെ ഷേപ്പിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് വേറൊരു ഷേപ്പ് ആക്കുക. പിന്നെ കയ്യിൽ മാത്രമല്ല, നമ്മൾ സൂര്യ സാറിൻ്റെ ഫാദറിൻ്റെ ക്യാരക്ടറുണ്ട് അവിനാഷ് ഫേസിലൊക്കെ നമ്മൾ ചെയ്യും. അത് നമ്മൾ വേറെ സിനിമയിൽ കണ്ട കാര്യങ്ങളല്ല. കയ്യിൽ കൊടുത്തില്ല, പിന്നെ നമുക്ക് ഇവരെ കോസ്റ്റ്യൂം കവറാവാത്തത് ഫേസ് മാത്രമാണ്. ഫേസിൽ നമുക്ക് എങ്ങനത്തെ ഡിസൈൻ ചെയ്യാം, ഫുൾ കൊടുക്കാതെ ഒരു പോർഷൻ മാത്രം. അതെല്ലാം നമ്മളിങ്ങനെ ഓരോ സ്കെച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു അങ്ങനത്തെ പ്രോസ്തറ്റിക്കിന്റെ വർക്ക് ചെയ്ത് അപ്പോക്കാലിപ്റ്റോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നും ആളുകൾ ഒരുപാട് സ്നേഹിക്കുകയും ആളുകൾ ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് എടുത്തൊരു റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? ഇല്ല, നമ്മൾ പ്രോസ്തറ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വൂണ്ട് മാർക്കുകൾ, വൂൺസ്, നമ്മൾ ഈ പറഞ്ഞ അങ്ങനത്തെ അമ്പ്, വില്ല്, അതൊക്കെ നമ്മൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ഏത് സിനിമയിലും ഒരു വൂൺസ് വരുമ്പോൾ അങ്ങനെ വരുള്ളൂ. അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ അതുപോലെ ചെയ്യാനില്ല. ഇപ്പം നമ്മൾ ബ്ലഡിൻ്റെ കളർ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് അപ്പോക്കാലിപ്റ്റ് ആയാലും നമ്മുടെ മലയാളം ആയാലും ഏത് സിനിമ ആയാലും റെഡ് തന്നെയാണ്. അതിൽ സൂര്യയുടെ ചില ടാറ്റുകൾ ഇപ്പോൾ മാർക്സ് ഒക്കെ പറയുന്നുണ്ടല്ലോ,
അതിനെന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ ശരിക്കും, എന്തെങ്കിലും മീനിങ്ങുകൾ? മീനിങ് ഉണ്ട് ശരിക്കും. അവരുടെ ശത്രുക്കളെ കൊന്നതിൻ്റെ ഓരോ നമ്പേഴ്സ് എന്നുള്ള രീതിയിലാണ്. അതാണ് പുള്ളി ഒരു ലീഡർ ആയതുകൊണ്ടാണ് പുള്ളിക്കാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കയ്യിലെ ഡോട്ട്സുകൾ കൂടുതൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാദറും ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും വെക്കാൻ പറ്റും. നമ്മൾ കയ്യിൽ ഒരു ചെറിയ റൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 3-4 ഉണ്ടാവുള്ളൂ, ചില ആൾക്കാർക്ക് ഷോൾഡറിൽ മാത്രമേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അതിൽ സബ്ജക്റ്റിൽ പറയുന്നുണ്ട്. അത് ടാറ്റു ആണ്, അതെങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത്? അത് ടാറ്റു അല്ല ശരിക്കും. നമുക്ക് ഒരു ട്രൈബൽസ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ടാറ്റു ആലോചിക്കുള്ളൂ. ശരിക്കും ടാറ്റു അല്ല. ട്രൈബൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റു ഒക്കെ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. ശരിക്കും ഈ ടാറ്റു മുമ്പ് ചെയ്തിരുന്നത് പച്ച കുത്ത് ചെയ്യുക. പച്ച കുത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് റിയാക്ട് ചെയ്തിട്ട് സ്കിൻ പ്രൊജക്റ്റ് ആവും, അങ്ങനെ ഒരു തടുപ്പുണ്ടാവും. അത് നമ്മുടെ ഈ ഇപ്പം ചെയ്യുന്ന ടാറ്റുവിൽ അത് കിട്ടില്ല. ടാറ്റു ചെയ്താൽ ഭയങ്കര മോഡേണായി പോകും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ സിനിമയ്ക്കും ബെയർ ബോഡി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൈ മാത്രം മസിൽസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ടാറ്റു ഉണ്ടാവും. അതിപ്പോൾ ഏത് ലാംഗ്വേജായാലും ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ആ ടാറ്റു ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് ആലോചിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് കടന്നേക്കുന്നത്. ഓക്കെ. അതിൽ സൂര്യ ഇടുന്ന മാലകളുണ്ട്, അതിൽ ശരിക്കും ഭാരമുണ്ടോ? കാരണം അതിൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടുക, ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റ്, അതൊക്കെ എങ്ങനെയായിരുന്നു സാധ്യമാകുക? അതിനൊരു വെയിറ്റ് ഉണ്ടായിരുന്നു? ഉണ്ട്, വെയിറ്റ് ഉണ്ട്. അത് നമ്മുടെ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനും കൂടി അവർ ഡിസൈൻ ചെയ്തതാണ്. അതൊരു ഫൈബറിൻ്റെ മെറ്റീരിയൽ, നമ്മളത് ചെയ്തെടുക്കുക. കാര്യം ഇത് വെയിറ്റ് ഇല്ലെങ്കിൽ നമുക്കിത് ഡെയിലി ആക്ഷനൊക്കെ ചെയ്യുമ്പോൾ അത് ഡെയിലി ഇതിൻ്റെ കൺവീനിറ്റി പോകും. നമുക്ക് ഡെയിലി ഓരോന്ന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം അത്രത്തോളം ഹെവി ആക്ഷൻസ് അതൊക്കെ ഒന്നാമത് റോപ്പ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് നമ്മുടെ ഒറിജിനലായിട്ട് ആ ഒരു ഓർണമെൻറ്റ്സ് എങ്ങനെ ഉണ്ടാവും അത്രയും തന്നെ വെയിറ്റ് ഉള്ളതാണ്. അത്രയും ഒരു ഫൈബറിൽ തന്നെ ചെയ്തേക്കണത്. പ്രത്യേകിച്ച് നമുക്ക് കൊടൈക്കനാൽ പോലത്തെ ലൊക്കേഷൻ ഒക്കെ ആകുമ്പോൾ അറിയാം, അവിടെ എപ്പോഴും ഈ മിസ്റ്റ് എപ്പോഴും ഉണ്ടാവും, ചെറിയ മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മെറ്റീരിയലും ഈ കോസ്റ്റ്യൂമൊക്കെ നനയുമ്പോൾ ഇതിൻ്റെ ഡബിൾ ഇരട്ടി വെയിറ്റ് ആവും. നമുക്ക് നോർമലായിട്ട് ഇട്ടിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. വെറുതെ പോലും ഇട്ടിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഹെവി ഇങ്ങനത്തെ വിഗും അത്രയും കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് ആക്ഷനും ഈ പറഞ്ഞ ഡാൻസും ഫൈറ്റും ഒക്കെ ചെയ്യണത്. കുറേ എഫേർട്ട് എന്തായാലും ഉണ്ട്. അത് എല്ലാ ഇപ്പോൾ ജൂനിയേഴ്സ് ആയിക്കോട്ടെ, സൂര്യ സാർ ആയിക്കോട്ടെ, എല്ലാവരും സിനിമയിൽ എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ വേറെ ഒന്ന് വലിയ ചർച്ചയായത് കാർത്തിയുടെ ക്യാമിയോകളാണ്. കാർത്തിയുടെ ലെൻസ്, ശരിക്കും കണ്ണിന്റെ ഒരു ലെൻസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ചെറിയ ലെൻസ് ആണ്, അതൊരു ഡൗട്ടിന്റെ പുറത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ചെറിയ ലെൻസ് വരുമ്പോൾ അത് എത്രത്തോളം വിസിബിലിറ്റി അവർക്ക് എത്രത്തോളം ഉണ്ടായിരിക്കും? ഉണ്ട്, വിസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഓരോ ആർട്ടിസ്റ്റിൻ്റെ അവരുടെ ഒരു പവർ അനുസരിച്ചിട്ട് ചെയ്യും. സാധാരണ ചിലവർക്ക് ഓൾറെഡി അവർക്ക് ഈ സ്പെക്സ് വയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്പെക്സിന് പകരം കോൺടാക്ട് ലെൻസ് വയ്ക്കുന്നുണ്ടോ. ഇത് പവർ കോൺടാക്ട് ലെൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് ഒരു പ്ലെയിൻ കോൺടാക്ട് ലെൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ വയ്ക്കുന്ന പവറുള്ള കോൺടാക്ട് ലെൻസ് ഉണ്ടല്ലോ, അതേ സെയിം പവറിൽ നമുക്ക് വേണ്ട ഡിസൈൻ നമ്മൾ ചെയ്തെടുക്കും. ഓക്കെ, അത് മുൻകൂട്ടി നമ്മൾ ചെയ്യണം. അതുപോലെ കാർത്തിയുടെ പല്ലും അങ്ങനെ തന്നെയായിരുന്നു. അത് ട്രെയിലർ വന്ന സമയത്ത് ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കി ഇത് കാർത്തിയുടെ പല്ലുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു അതെങ്ങനെയാണ് അത് ചെയ്തെടുത്തത്? അതിൽ അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു? അല്ല, അത് ശിവ സാറ് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഇതിപ്പോൾ സിനിമയിൽ തന്നെ ഒരു 4-5 ക്ലാൻസ് ഉണ്ട്. ഓരോ കളറുണ്ട്. നമുക്ക് ബ്ലൂ ക്ലാൻ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, സൂര്യ സാറിൻ്റെ ടീം, റെഡ്, ബോബിഡികളുടെ റെഡ്, യെല്ലോ, അങ്ങനെ 4-5 ക്ലാൻസ് ഉണ്ട്. ഈ ക്ലാൻസിനൊക്കെ നമ്മൾ ഓരോ സ്കിൻ കളർ ആയിക്കോട്ടെ, അവരുടെ ബോഡി പെയിൻറ്റിങ്ങിൻ്റെ കളർ ആയിക്കോട്ടെ, റെഡ്, വൈറ്റ്, അതുപോലെ ഗ്രീന്, അപ്പോൾ അതുപോലെ ഹെയർ സ്റ്റൈൽ, പലർക്ക് പല ടൈപ്പ് ഹെയർ സ്റ്റൈൽ. ഇപ്പോൾ ബോബിഡികളുടെ ടീമിനൊക്കെ നമ്മൾ അവരെ ഫീമെയിൽ കണ്ടറിയാൻ പറ്റും. എല്ലാവരും ഫെയറാണ്, നല്ല ഫെയർ ആയിട്ടുള്ളവരാണ്. നമ്മൾ ഹീറോയിൻ്റെ ഫോറസ്റ്റിലുള്ള ക്ലാൻ, സൂര്യ സാറിൻ്റെ ക്ലാൻ എല്ലാവരും ടാനാണ്. ചില ടാനായിട്ട് ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, അല്ലാത്തുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 5-6 ക്ലാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ഇനി വേറെ കളറില്ല. അങ്ങനെ ആ സമയത്താണ് ഈ സിനിമയുടെ ഒരു പകുതി ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അത് എനിക്ക് തോന്നുന്നു ഡയറക്ടർക്ക് ഇവർക്ക് തീരുമാനം ഉണ്ടായിട്ടുണ്ടാവും, ഇങ്ങനെ ഗസ്റ്റ് റോൾ പോലെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അറിഞ്ഞില്ല. കാര്യം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചൊക്കെ അന്ന് ഡിസ്കഷൻ നടന്നിട്ടുണ്ടാവാം. ഒരു പകുതി ആയപ്പോഴാണ് ഇങ്ങനെ ചർച്ച വരുന്നതും. അപ്പോൾ ശിവ സാർ പറഞ്ഞു, അതായത് നമ്മളിപ്പോൾ ചെയ്ത ഒരു ക്ലാനായിട്ടൊരു ബന്ധം പാടില്ല, ഇതല്ലാതെ നമുക്ക് വേറൊരു, അപ്പോൾ ഞാൻ അതിൻ്റെ സസ്പെൻസ് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യണം, സൂര്യ സാറാണെന്നുള്ള രീതിയിൽ കൺഫേം ആവേണം. അതുകൊണ്ടാണ് കാര്യം നമ്മളിപ്പോൾ ബാക്കിയുള്ള ഗ്രൂപ്പിനൊന്നും പല്ലിലോ അല്ലെങ്കിൽ കണ്ണിലോ 1-2 പേർക്ക് ബോബിഡികളിലൊക്കെ ഒരു സിംഗിൾ ലെൻസേ കൊടുത്തേക്കണം, അല്ലാണ്ട് വേറൊരു ഡിഫറെൻറ്റ് കളറായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ പല്ലും കണ്ണിലൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ. അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിൽ കാർത്തിയുടെ വലിയൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കാമെന്നാണോ? ഉണ്ടാവും. അല്ല, ഇങ്ങനെ പറയുമ്പോൾ ഈ കങ്കുവ 2-നെ കുറിച്ച് ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ കങ്കുവ വന്നതിന് ശേഷം 1 വന്നതിന് ശേഷം ആളുകൾ പറയുന്നത് ശരിക്കും കങ്കുവ 2 ആയിരുന്നു വരേണ്ടിയിരുന്നത്. കാരണം അതിൽ സൂര്യയും
അതുപോലെ കാർത്തിയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്, അതാണ് യഥാർത്ഥ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗോസിപ്പ് കേൾക്കുന്നു. അല്ല, അതിൻ്റെ സബ്ജക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ഈ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഈ സിനിമ വർക്ക് ചെയ്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ, ആ ഒരു ലൈവ് പോർഷൻ, ഇത് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഈ കങ്കുവയുടെ ആ പോർഷൻ മാത്രമാണ് പടത്തിലുള്ള മുക്കാൽ ഭാഗം അതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല ആൾക്കാർക്കും ആ പോർഷൻ വർക്ക് ചെയ്തവർക്കും ഇതുമായിട്ടുള്ള കണക്ഷനൊന്നും നമുക്ക് അങ്ങനെ ആ സബ്ജക്റ്റ് നമുക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ നമുക്ക് സിനിമ കാണുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. കാര്യം അത് നമ്മൾ പോയി ചോദിച്ചാൽ അതിൻ്റെ സസ്പെൻസ് കളയേണ്ടെന്ന് വെച്ചിട്ടാണ്. ഏതൊരാൾക്കും നമ്മൾ ചെയ്ത വർക്കിന് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ, ഒരു പ്രശംസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൂര്യ സാർ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിഞ്ഞ് പറഞ്ഞൊരു പ്രശംസ ഓർക്കുന്നുണ്ടോ? അല്ല, ബെറ്ററാണ്. കാര്യം നമ്മൾ ലുക്ക് ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി മാറ്റം വരും. ലുക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് തന്നെ നമുക്ക് ഒരു ധാരണയിൽ എത്താൻ വേണ്ടിയിട്ട്, പിന്നെ ഈ ആർട്ടിസ്റ്റുകൾക്ക് ഒരു കംഫർട്ടബിൾ ആക്കാനും നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാര്യം എല്ലാവരും മനസ്സിലുണ്ടാവും ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അതിന് വേണ്ടി ഒരു ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. അപ്പോൾ അതിലുള്ള ചെറിയ ചെറിയ കറപ്ഷൻസ് നമ്മൾ ഷൂട്ടിന് മുമ്പ് തന്നെ ചെയ്യും. എന്തായാലും ഇപ്പോൾ സൂര്യ സാറ് മാത്രമല്ല, ബോബി സാറൊക്കെ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടപ്പോൾ അവരൊക്കെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ലുക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം, പ്രത്യേകിച്ച് ബോബി സാറൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിക്കൊക്കെ ഭയങ്കര അത്ഭുതം പോലെയായിരുന്നു. കാരണം സൂര്യ സാറും ആ ഒരു ഗെറ്റപ്പ് ആദ്യം തന്നെയല്ലേ ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് കാര്യം അങ്ങനത്തെ ഒരു ലുക്ക് വരുമ്പോൾ തന്നെ അതായത് ഒരു ആർട്ടിസ്റ്റ് ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കോസ്റ്റ്യൂം, മേക്കപ്പ്, ഇങ്ങനത്തെ ഉള്ള കുറേ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ കങ്കുവ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആഡിയോത്തിൽ നജീബ്, അപ്പോൾ ഇവരുടെ ലുക്ക് തന്നെ ഒരു കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒരു 30% അവർ ആ ക്യാരക്ടറായി കഴിഞ്ഞു. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻറ്റ് വരും. അതായത് അവർക്ക് പെർഫോം ചെയ്യാനുണ്ടെങ്കിലും അവർക്കൊരു പെർഫോം ചെയ്യാനുള്ള കോൺഫിഡൻസ് വരും. അത് പറഞ്ഞ സൂര്യ സാറിനൊക്കെ എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ വർക്കിലൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത നോക്കി. കാര്യം നമ്മളൊരു സിനിമ റിലീസാവുക അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വരുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു പുതിയ ഡയറക്ടറാണെങ്കിൽ അന്വേഷിക്കും, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് അന്വേഷിക്കും ഈ ഡയറക്ടർ ഏത് സിനിമ ചെയ്തിരിക്കുന്നത്, പുതിയ ഡയറക്ടറാണോ, ആരാണ്, ഹീറോ ആയാലും അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അന്വേഷിക്കും. അപ്പോൾ അന്വേഷിക്കുന്ന പോലെ തന്നെ ഒരു ഫസ്റ്റ് ലുക്കൊക്കെ വരുമ്പോൾ ഇതിൻ്റെ മേക്കപ്പ് ആരായിരുന്നു എന്നുകൂടി അന്വേഷിക്കണം. നമ്മൾ അങ്ങനത്തെ വർക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യണേ ഉള്ളൂ. ഓക്കെ, അതിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ വന്ന സമയത്ത് അതിൽ ചില കറപ്ഷൻസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നുള്ളത്. പ്രഭാസിന്റെ സിനിമ ആ സമയത്ത് സംവിധായകൻ തന്നെ അതിൽ മൂക്കുത്തിയൊക്കെ, സലാറിന്റെ സമയത്ത് സലാറിലെ മൂക്കുത്തിയൊക്കെ സംവിധായകനും കൂടി പറഞ്ഞിട്ടാണ് ആ മൂക്കുത്തിയൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇതിലേക്ക് വരുമ്പോൾ, കങ്കുവയിലേക്ക് വരുമ്പോൾ സൂര്യയുടേതായിട്ടോ അല്ലെങ്കിൽ സംവിധായകൻ്റെതായിട്ടോ എന്തെങ്കിലും അഡിഷൻ ഇതിലുണ്ടായിരുന്നോ ഈ മേക്കപ്പിൽ? അല്ല, അവരൊരു ക്യാരക്ടറിനെ കുറിച്ച് പറയും. ഇപ്പോൾ സലാറിലായാലും ഇതിലൊക്കെ സംഭവിച്ചാലും നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ ഒരു 2-3 സ്കെച്ച് ചെയ്യും. അതായത് മെയിൻ അവർ പറയും ഇങ്ങനെ ഒരു വൂണ്ട് മാർക്സ് എവിടെയെങ്കിലും ഉണ്ടാവണം, ഒരു 10-15 വർഷം മുമ്പേ അതെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചായിരിക്കും, അങ്ങനെ ഒരു ഇത് വേണം. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടും ഓൾറെഡി ഇവരുടെ ഒരു ബിയർഡ് ഹെയറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റൈലും ചെയ്യും. അതിൽ തന്നെ സ്കിൻ ടോൺ മാറ്റി ചെയ്യും, ചിലപ്പോൾ ലെൻസിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കും. അങ്ങനെ ഒരു ഒറ്റ ഡിസൈൻ തന്നെ ആയിരിക്കും, അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വെച്ചിട്ട് നമ്മൾ അപ്പോൾ ഈ ചെറിയ ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ വെറുതെ ആഡ് ചെയ്യാനകത്ത്. അപ്പോൾ അതിൽ കണ്ടിട്ടായിരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ഈ ഇട്ടേക്കണ മൂക്കുത്തി രസമുണ്ട്, അപ്പോൾ ഈ മൂക്കുത്തി എടുത്തിട്ട് നമുക്ക് നിങ്ങൾ ചെയ്ത മറ്റേ സ്കെച്ചിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്കെച്ച് തയ്യാറാക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഏത് ക്യാരക്ടറിനായാലും അങ്ങനെ ചെയ്യും. അപ്പോൾ ഡയറക്ടർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഈ പോർഷൻ വേണ്ട, ഇതിലുള്ള ബിയർഡ് വേണ്ട, ഇപ്പോൾ ബിയർഡ് ഇല്ലാതെ ഈ ഹെയർ സ്റ്റൈലും ഈ ഒരു ഊൺമാർക്ക് അങ്ങനെ അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ കൊടുക്കും, 2-3 ഓപ്ഷൻ കൊടുക്കണം. അതാണ് ഈ സലാറിലും ഇതൊക്കെ ഇതിനകത്ത് കാർത്തി സാറിൻ്റെ പറ്റില്ല. ഏതൊരു ഇതിലും കങ്കുവയിലെ സൂര്യയുടെ ഇൻട്രോ വരുന്നുണ്ട്. ആ ഇൻട്രോയിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് സൂര്യയുടെ 2 ടാറ്റുകളാണ്, ഒന്ന് കഴുത്തിലുള്ളതും ഒന്ന് കൈയിലുള്ള ടാറ്റുകളും. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് ആ മൂവിയിലൂടെ പോകുമ്പോഴാണ് ആ ഗരുഡനൊക്കെ ടാറ്റു ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാവുന്നത്. ആ ടാറ്റു കവറിങ് എങ്ങനെയായിരുന്നു വരുന്നത്? അതൊക്കെ നമ്മുടെ ടെമ്പററി ടാറ്റു ആണ്. കാര്യം അതിപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ സസ്പെൻസ് പോകും. ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു കളർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഷൂട്ട് അല്ലാതെ പുറത്ത് വേറെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സസ്പെൻസ് പോകും. അതുകൊണ്ട് നമ്മൾ ഡെയിലി രാവിലെ ചെയ്ത് വൈകിട്ട് കളയാന്നുള്ള രീതിയിലാണ്. ഈ കണ്ടിന്യൂഷൻ അപ്പോഴെങ്ങനെയാണ് അത് കിട്ടും? അത് നമ്മൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് എന്താണ് അതിൻ്റെ ഒരു സ്റ്റെൻസിൽ പോലെ ഉണ്ടാവും. അപ്പം ഡെയിലി ആ ഡിസൈൻ മാറില്ല, നമ്മൾ ആ പൊസിഷൻ മാത്രം കറക്റ്റായിട്ട് ചെയ്താൽ മതി. അതിലെനിക്ക് തോന്നുന്നു ജ്യോതിക ആ ഒരു ലൊക്കേഷനിൽ വന്ന സമയത്ത് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ആടുജീവിതത്തിന് ചേട്ടന് അവാർഡ് കിട്ടുമെന്ന് ആദ്യമായി പറഞ്ഞതും പ്രവചിച്ചതും ജ്യോതിക ആയിരിക്കും അല്ലേ? കാര്യം അവിടെ ഇവർ വരുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പാണ് നമ്മുടെ ആടുജീവിതത്തിൻ്റെ ഫസ്റ്റ് ടീസർ ലീക്കായത്. അപ്പം ഞാൻ എല്ലാ ദിവസവും നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞാൽ ഒരു 11:30-12 o'clock ആകുമ്പോഴാണ് ലൊക്കേഷൻ പോകാൻ പറ്റുള്ളൂ. കാര്യം നമ്മുടെ ഒരു 2 kilometers ഡിസ്റ്റൻസ് ഉണ്ടാവും ലൊക്കേഷൻ ഞങ്ങളുടെ ടെൻ്റൊക്കെ ആയിട്ട്. അവിടെ ചെല്ലുമ്പോൾ സാധാരണ നമ്മൾ
എല്ലാവരും അങ്ങനത്തെ ഡാർക്ക് ഡ്രസ്സാണ്, ഈ ട്രൈബൽസിൻ്റെ പോലത്തെ ഫുള്ള് ഡാർക്കാണ്. അതിനകത്ത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും ഈ മഴയും ചെളിയൊക്കെ ആയതുകൊണ്ട് ടെക്നീഷ്യന്മാർ അങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ 1-2 പേര് സെറ്റിൽ വരാത്തവർ മാത്രമേ കുറച്ച് നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി കുറച്ച് കളർഫുള്ളായിട്ട് ഒരാൾ, അതിൻ്റെ ഇടയിൽ ഒരു 1000-800 പേര് ജൂനിയേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ നല്ല കളറായിട്ട് ഒരാൾ, എന്തൊരു കളർ പോലെ തോന്നി ഫോറസ്റ്റിൽ. അപ്പം അങ്ങനെ സൂക്ഷിച്ച് നോക്കി ഞാൻ ചെല്ലുകയാണ് അടുത്തേക്ക്. ചെല്ലുമ്പോഴാണ് ഓൾറെഡി സൂര്യ സാർ എന്നെ കണ്ടിട്ട് വിളിച്ചിട്ട് പരിചയപ്പെടുത്തി, ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് ഞാൻ തമിഴിൽ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ തമിഴിലൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആടുജീവിതം ഇവരെ വർക്ക് ചെയ്തത് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അത് കണ്ടു, 2 ദിവസം മുമ്പ് കണ്ടുള്ളൂ, നന്നായിട്ടുണ്ട്, ഇത് ആ പടത്തിന് നിങ്ങൾക്ക് അവാർഡ് കിട്ടും, ഈ പടത്തിൽ. അപ്പോൾ ഓൾറെഡി നാഷണൽ അവാർഡ് കിട്ടിയെന്നൊക്കെ പുള്ളി പറഞ്ഞു. ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടും, ആടുജീവിതത്തിന് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവർ കിട്ടും. ഇപ്പോഴേ ഒരു പ്രവചനം രണ്ടും പറഞ്ഞു. ആ സമയം ഒരേ സമയത്ത് തന്നെ പറഞ്ഞത് ആടുജീവിതത്തിന് നിങ്ങൾക്ക് കണ്ടിപ്പാ കിടക്കും, ഇന്ത പടത്തേക്ക് കണ്ടിപ്പാ കിടക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ എൻ്റെ തമാശ ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ വർത്താനം ഒരു ചെറിയ മലയാളം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മലയാളിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ മലയാളിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ എഡിറ്റർ മരിച്ചു നിഷാദ് മലയാളിയാണ്, നമ്മുടെ ആർട്ട് ഡയറക്ടർ മലയാളി, തമിഴാണെങ്കിലും മലയാളി ബേസാണ്. അപ്പോൾ ഓൾറെഡി പറയുകയും ചെയ്തു നിങ്ങൾ മലയാളീസ് മാത്രം നാഷണൽ അവാർഡ് മേടിക്കല്ലെന്ന് വെച്ചിട്ട് തന്നെ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു. മലയാളികൾ മാത്രം നാഷണൽ അവാർഡ് വാങ്ങിക്കുന്നത്. അതുപോലെ ഈ ആടുജീവിതത്തിൽ നിന്ന് പറഞ്ഞ ചേട്ടൻ അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് സൂര്യയും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന് തോന്നുന്നു അല്ലെ, ആടുജീവിതത്തിനെ. ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുമ്പോൾ ഞാൻ ഈ ആടുജീവിതം വർക്ക് ചെയ്ത ടെക്നീഷ്യൻ ആണെന്നുള്ള ഇതിൽ പറഞ്ഞു. അപ്പോൾ പുള്ളി ഷെയ്ഖാൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും വന്നിട്ട് അയ്യോ ഞാൻ മിസ് ചെയ്ത സിനിമയാണ്. കാര്യം എനിക്കറിയാം സൂര്യ സാറിൻ്റെ അടുത്തും വിക്രത്തിൻ്റെ അടുത്തും ബ്ലിസാർ ഈ സ്ക്രിപ്റ്റ് പറയാൻ പോയിട്ടുണ്ട് ഒരിക്കൽ, നമ്മൾ 2010-12 സമയത്ത്. അപ്പം ഞാൻ ഒരുപാട് മിസ് ചെയ്തതാന്ന് പറഞ്ഞിട്ട് അതിന്റെ വിഷമം ശരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ടാവും. കാര്യം ആ പറച്ചിൽ അറിയാൻ പറ്റും. കാര്യം അതിന് ഈ പറയുന്നതിൻ്റെ ഒരു 2 ദിവസം 3 ദിവസം മുമ്പാണ് ഇതിൻ്റെ ട്രെയിലർ പുറത്തു വന്നത്. അപ്പോൾ പുള്ളി അന്ന് പറഞ്ഞ സബ്ജക്റ്റ് വിഷ്വലിൽ ഇങ്ങനെ ഒരു സിനിമ ആയി കാണുമ്പോൾ അവർ വിചാരിച്ചില്ല അത് ഇത്ര വലിയ സിനിമ ആവുന്നുള്ളത് അവർ പ്രതീക്ഷിച്ചാണല്ലോ. അതുകൊണ്ടായിരിക്കും. ഓക്കെ, പൊതുവിലെ സൂര്യനെ കുറിച്ച് പറയുമ്പോൾ ഈ പൊതുവിൽ ഈ ഹാർഡ് വർക്കിങ്ങിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വർക്കൗട്ട് വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സെറ്റിന്റെ സമയത്ത് തന്നെ അദ്ദേഹം ചെയ്യുന്ന വർക്കൗട്ടിങ് എനിക്ക് തോന്നുന്നു അത് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ആ കപ്പലിൽ നിന്ന് അദ്ദേഹം ബോഡി കാണിക്കുന്ന ഒരു സീനിലൊക്കെ നമുക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം അത്രയും ബോഡിക്കാണെങ്കിലും ഇപ്പം മേക്കപ്പ് ഇടുന്ന നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അദ്ദേഹം ശരിക്കും കാണിക്കുന്ന ഒരു ഡെഡിക്കേഷനെ എന്താണ് തോന്നിയിട്ടുള്ളത്? ഉണ്ട്. കാര്യം ഈ വർക്കൗട്ടൊക്കെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോഴും പുള്ളി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾക്ക് ആ ക്ലൈമാക്സ് സീൻ കാണുമ്പോൾ അറിയാം ഇവിടെ ഒരു വലിയൊരു മാർക്ക് വരുന്നുണ്ട് കയ്യിൽ, ബോഡികൾ മുറിക്കുന്നൊരു മാർക്ക്. ഈ മാർക്കുണ്ട്, ചെസ്റ്റിൽ മാർക്കുണ്ട്. അപ്പോൾ പുള്ളി മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ക്യാരവാനിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കൈ ചെയ്യുമ്പോൾ മാത്രം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തരും. ബാക്കിയുള്ള സമയത്ത് ഫുള്ള് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ എവിടെയാണ് നമ്മുടെ വർക്ക് നടക്കണം അവിടെ മാത്രം പുള്ളി അനങ്ങാതിരിക്കും. ഇപ്പോൾ 2 കൈ ഉണ്ടെങ്കിൽ 1 കൈ വർക്ക് ചെയ്താലും ഈ കൈ വർക്കൗട്ട് ആയിരിക്കും. കാര്യം ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ സ്പോട്ടിലേക്കല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കങ്കുവ ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായി നെഗറ്റീവ് കമന്റ്സുകൾ പറയുന്ന ആളുകളുണ്ട് കങ്കുവ. കാരണം എനിക്ക് തോന്നുന്നു ഭയങ്കരമായ ഒരു അറ്റാക്കിങ് നടക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് കണ്ടിറങ്ങിയിട്ട് ചേട്ടന് ഫീൽ ചെയ്തില്ല? കാരണം ഇങ്ങനെ ഒരു മാസ് അറ്റാക്കിന്റെ ഒരു ആവശ്യമില്ല എന്ന് ശരിക്കും ഫീൽ ചെയ്യുന്നില്ലേ ഇത് ഇറങ്ങിയതിന് ശേഷം? അല്ല, അത് ഓരോരുത്തരും ഇഷ്ടമല്ല ഓരോ സിനിമ. അപ്പം എനിക്ക് തന്നെ ഹിറ്റായ എത്ര സിനിമകൾക്ക് നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. നമ്മുടെ വർക്കുകൾ പ്രത്യേകിച്ച് ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ ഈ സിനിമ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ ഒരിക്കലും ഈ സിനിമ കാണാൻ പറ്റില്ല. ഞാൻ കാണുന്നത് മൊത്തം നമ്മുടെ വർക്കുകളായിരിക്കുമല്ലോ. നമ്മൾ ചെയ്ത അയാളുടെ ഹെയർ ആയിക്കോട്ടെ, അയാളുടെ കോസ്റ്റ്യൂം ഇതായിക്കോട്ടെ, ഇത് മൊത്തമായിരിക്കും ശ്രദ്ധിക്കുന്നത്. കാര്യം ഓരോ ഷോട്ടിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമ്മൾ ചെയ്ത വർക്ക് തിരിച്ചറിയോ, അല്ലെങ്കിൽ ആ ശ്രദ്ധയായിരിക്കുള്ളൂ. എൻ്റെ ഈ പറഞ്ഞ എല്ലാ സിനിമ അങ്ങനെ ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ ആടുജീവിതമൊക്കെ നമ്മൾ കണ്ട് ഇപ്പോൾ OTT വന്നിരുന്ന് കാണുമ്പോഴാണ് നമുക്ക് അത് ഫുള്ളായിട്ട് സിനിമയായിട്ട് കാണാൻ പറ്റുന്നത്. അതെ, അതിപ്പോൾ ഈ എടുക്കുന്ന എഫോർട്ടിന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനെ കുറിച്ചും പറയാതെ പോകുന്നത് മോശമായിരിക്കും. കാരണം ആടുജീവിതത്തില് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു വെള്ളം വീഴുമ്പം കരയുന്ന കാണുന്നുണ്ട് നമ്മൾ. ശരിക്കും അങ്ങനെ പൃഥ്വിരാജ് അവിടെ കരയേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എടുത്തൊരു എഫേർട്ടും വളരെ വലുത് തന്നെയായിരുന്നു. കാര്യം അത് ഇതുപോലെയല്ല, നമ്മൾ 1 വർഷത്തേക്ക് വേണ്ടിയുള്ള എഫേർട്ടായിരുന്നില്ല. അതൊരു ശരിക്കും പറയാം 2012 തുടങ്ങുന്ന സിനിമയാണ്. അപ്പം മുതൽ ഈ ക്യാരക്ടറിൻ്റെ പിന്നിലുണ്ട്. പിന്നെ നമ്മൾ ഷൂട്ട് തുടങ്ങിയത് 2018 മുതൽ 23 വരെ ഒരു 4.5 വർഷം ഇതിൻ്റെ പിന്നിലാണ്. അതിന് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിനുവേണ്ടി മസിൽസിന് വേണ്ടി ഫുഡൊക്കെ കഴിച്ച് അങ്ങനത്തെ ഒരു വർക്കൗട്ടല്ല ഇത്. ഭക്ഷണം കഴിക്കാതെ, പ്രത്യേകിച്ച് നമ്മൾ കൊറോണ ടൈം, നമുക്ക് എത്ര നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും പല രീതിയിലും പലതും സംഭവിക്കുന്ന സമയം. ആ സമയത്താണ് ഞങ്ങൾ രാജു ഇതിനു വേണ്ടി
ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഡിസർട്ടിലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇരിപ്പിടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളൊക്കെ രാജു ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തിരിഞ്ഞെന്ന് ഭക്ഷണം കഴിക്കുള്ളൂ, ഫുൾ ക്രൂ. അപ്പോൾ ഞങ്ങളൊരു വർക്ക് സ്റ്റീലെ കണ്ടിട്ടുണ്ട് രാജുവിൻ്റെ സൈഡിൽ ഒരാൾ മാത്രം ഇങ്ങോട്ട് നോക്കിയിരിക്കണം, ബാക്കി ഫുൾ ക്രൂ ടെൻറ്റിലും പല സ്ഥലത്തായിട്ട് നേരെ തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് ആ കയ്യില് വിരളിലൊക്കെ നഖമുണ്ട്. പുള്ളിക്ക് വേറെ ഭക്ഷണം മാത്രമല്ല, വേറെ ഒരു ആക്ടിവിറ്റിയും പറ്റൂല, മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റൂല. കാര്യം ഈ 10 വിരലിലും നഖമുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം, പല്ല്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിലും പല്ലുണ്ട്. പിന്നെ ഹെയർ, വിഗ്, പല രീതിയിൽ ഈ പറഞ്ഞ പോലെ. അതും ഈ പറയുന്ന പോലെ നമ്മൾ 10,000 പേർക്ക് വർക്ക് ചെയ്തതിനേക്കാളും കൂടുതൽ വർക്ക് തന്നെ ഒരാൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഈ ആക്ടിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ മകള് അലങ്കൃതയൊക്കെ അവിടെ വന്ന സമയത്ത് ഏറ്റവും അദ്ദേഹത്തെ വിഷമിപ്പിച്ചത് ഒന്ന് മകളെ ഒന്ന് താലോലിക്കുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ മേക്കപ്പ് അത്രയും ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് എനിക്ക് പറഞ്ഞിട്ടുണ്ടാവും. ആ കുട്ടിയുടെ ഡ്രസ്സിലൊക്കെ ഇതിൻ്റെ ഈ കളറൊക്കെ ആവുന്നതും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇതിനകത്ത് വച്ചിരിക്കുന്ന നെയിലാണ്. അത് കുറേ 1-2 മാസം കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കുട്ടി വരുന്നത് തന്നെ. തീരെ ചെറുതായിരുന്നല്ലോ. അതൊരു ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, അത് ഭയങ്കര വിഷമിപ്പിച്ചു അത് കണ്ടപ്പോ എന്നുള്ളത്. കാരണം കോവിഡിന് ശേഷം അത്രയും തളർന്നിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് മകള് വരുമ്പോ ഒന്ന് എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചേട്ടൻ കാഴ്ചയിലൂടെയാണ് സ്വതന്ത്ര മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നത്. ബ്ലെസി എന്ന സംവിധായകൻ ചേട്ടന്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു? കാരണം ബ്ലെസി സാറിന്റെ ഒട്ടുമിക്ക സിനിമകളിലും ചേട്ടൻ കൂടെ തന്നെയുണ്ട്. അല്ല, എൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു 50% ബ്ലെസി സാറ് തന്നെയാണ്. എൻ്റെ വിജയത്തിന് വലിയ ബ്ലെസി സാറാണ്. കാര്യം ഞാൻ തുടങ്ങിയതും അവിടെ നിന്നാണ്. എനിക്ക് പല അംഗീകാരങ്ങളും കിട്ടിയതും അവിടെ തന്നെയാണ്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മലയാളമല്ല, നമ്മൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയൊരു സിനിമയ്ക്ക് ഭാഗമാകാൻ പറ്റിയതും അതിനെനിക്കൊരു അവാർഡ് മേടിക്കാൻ പറ്റിയതും ഇതെല്ലാം സാറിൻ്റെ കൂടെ തന്നെ. കാര്യം സാറിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമല്ല, സാറിൻ്റെ ഒരു AD കൂടി ആയിരിക്കും. അതിപ്പോൾ നമ്മൾ എല്ലാ സിനിമകളും അങ്ങനെ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരു സിനിമ നടക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്ത സിനിമകളുടെ സ്ക്രിപ്റ്റ്, അതുപോലെ അതിൻ്റെ ഡിസ്കഷൻ, ഇതൊക്കെ പാരലൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനും കുറച്ച് ഈസി ആയിരിക്കും. കാര്യം സാറ് കാണുന്ന വിഷ്വൽസൊക്കെ നമുക്ക് ഇങ്ങനെ കൂടെ നടന്ന് കാണാൻ പറ്റും. ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രിയാമണി പറഞ്ഞ വാക്കുകളാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പ്രിയാമണി തിരക്കഥയിൽ ചെയ്യുന്ന സമയത്ത് ക്യാൻസർ വന്ന രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ആ സമയത്ത് മേക്കപ്പ് ചെയ്യുമ്പം എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ കരഞ്ഞുകൊണ്ടിരുന്ന ആള് ചേട്ടനല്ലേ? അവർ പറയുന്ന അത്ര കരച്ചില്ല, വിഷമമുണ്ട്. കാര്യം നമുക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു സുന്ദരിയായിട്ടുള്ള ഒരു ആക്ട്രസ് ഈ ഒരു അസുഖം വന്നിട്ട് അതിലേക്ക് മാറുന്നു. ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ എല്ലാവർക്കും കാണുമ്പോൾ ഒരു വിഷമമുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വരുന്നതല്ല. കാര്യം ഈ പ്രോസ്തെറ്റിക്കിൻ്റെ കുറച്ച് അലർജി എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കണ്ണിന് വെള്ളം വരും. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് ഫീലിങ്സും കൂടി അത് കണ്ടപ്പോൾ അവർക്ക് തോന്നി കാണും അങ്ങനെ. അതുപോലെ ചേട്ടൻ തന്നെയല്ലേ ചോട്ടാ മുംബൈക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ചോട്ടാ മുംബൈ എനിക്ക് തോന്നുന്നു ഞങ്ങള് മോഹൻലാലിനെ അങ്ങനെ ഒരു ലുക്കില് ആരും പ്രതീക്ഷിക്കുന്നുമില്ല, കാണുന്നുമില്ല. അങ്ങനെ ഒരു ഫ്രീക്ക് ലുക്കിലേക്ക് അങ്ങനെ മാറ്റിയെടുക്കുന്നു. അത് അങ്ങനത്തെ ഒരു ഫണ്ണി ഇതാണല്ലോ ക്യാരക്ടേഴ്സാണ് എല്ലാവരും. അതുപോലെ ലാൽസാറിനെക്കാളും കൂടുതൽ സിദ്ദിഖ്, ചന്ദ്രപ്പൻ എന്നുള്ള ക്യാരക്ടർ സിദ്ദിഖിൻ്റെ ഒരു ഇതാണ്. ആരും സിദ്ദിഖേട്ടൻ അതിൻ്റെ ഷോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇൻഹരിയർ നഗർ, അന്ന് നമുക്ക് വേറെ മീഡിയ ഇല്ലാത്തതുകൊണ്ട് അന്ന് നാനയിലോ ചിത്രഭൂമിയിലോ ഏതൊരു മാഗസീനിൽ കവർ പേജ് വന്നിട്ടുണ്ട്. അതായത് ഇൻഹരിയർ നഗർ, അതിൽ ഇവരെ 4 പേരെയും വെച്ചിട്ടാണ് കവർ പേജ്. അപ്പോൾ ഒരാളുടെ കവർ പേജ് വരാമെന്ന് പറഞ്ഞാൽ സാധാരണ സൂപ്പർ സ്റ്റാറുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഹീറോയിൻസൊക്കെയാണ് വരുന്നത്. പുള്ളി പറയാം, അന്ന് വന്നതിന് ശേഷം എൻ്റെ ഫോട്ടോ ആദ്യമായിട്ടൊരു കവർ പേജിൽ വന്നേക്കണത് ഈ ചന്ദ്രപ്പൻ എന്നുള്ള ക്യാരക്ടറാണ്. അത് നമ്മുടെ ലുക്ക് കണ്ടിട്ടായിരിക്കും. അത് പറഞ്ഞു. അതിപ്പോഴും അതെ, ചന്ദ്രപ്പൻ എന്നുള്ള ക്യാരക്ടറിന്റെ ലുക്ക് സിദ്ദിഖ് ഏത് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോഴും ആളുകൾ ചോദിക്കുന്നത് ആ ചന്ദ്രപ്പൻ. ശരിക്കും ചന്ദ്രപ്പന് ആ ഒരു റെഫറൻസ് എങ്ങനെയാണ് വരുന്നത്? അല്ല, നമ്മൾ ഈ ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി അങ്ങനത്തെ ഒരു കളർ, ഹെയറിങ് കളർ, അത് അൻവർ റഷീദ് അവരായിട്ട് നേരത്തെ സംസാരിച്ചിരുന്നു. ഇങ്ങനത്തെ ഒരു സത്യം പറഞ്ഞാൽ നമ്മളൊരു പൂവാലൻ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന പോലെ അതാണ് നമ്മൾ അങ്ങനെ ഒരു ഹെയറൊക്കെ ഒരു അങ്ങനത്തെ ടെയില് പോലെ ഒരു കണ്ടു കഴിഞ്ഞ ഒരു കോഴിയുടെ ഒക്കെ അങ്ങനെ ഒരു ലുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ചേട്ടൻ എങ്ങനെയായിരുന്നു ആ ലുക്ക്? ശരിക്കും ഇത് കൊളുത്തും എന്ന് മനസ്സിലുണ്ട്. ഈ ക്യാരക്ടർ ഉണ്ടല്ലോ, ക്യാരക്ടർ നമ്മുടെ അയാളുടെ ഒരു സ്വഭാവം ഒക്കെ നമുക്ക് പടത്തിലുള്ള സീൻസ് ഒക്കെ നമുക്ക് വായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് പറ്റിയത് നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു ചെറിയ കളർ കൊടുക്കുക, ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ബെർഗണ്ടി കളർ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഗോൾഡൻ അങ്ങനത്തെ ഒരു ഹെയർ ഒക്കെ കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ശരിക്കും വിഗ് ഒക്കെ സെറ്റ് ചെയ്ത്, അപ്പൊ വിഗ് കുറച്ച് ലെങ്ത് ഉണ്ടാവും, നമ്മളത് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. ഷേപ്പാക്കി എടുക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ, അതായത് ടൈല് പോലെ ബാക്കിലേക്ക് കിട്ടാൻ ഒരു കോഴിവാല് പോലെ അങ്ങനെ വിഗ് ചെയ്തെടുത്തത്. ജഗതി ചേട്ടന്റെയും അങ്ങനെ തന്നെയായിരുന്നോ? അതെ,
കാരണം ജഗതി ചേട്ടനും ഒരു ഡിഫറെന്റ് ലുക്കിലായിരുന്നു ആ സമയത്തൊക്കെ. ചേട്ടൻ കാര്യസ്ഥനൊക്കെ ആയി അതെ. അങ്ങനെ നിന്നുകൊണ്ടിരുന്ന ചേട്ടനെയും ഒന്ന് ഫ്രീക്കാക്കി കൊണ്ടുവന്ന ഒരു ചിത്രം മൊത്തം എല്ലാവർക്കും ഒരു കളറുണ്ട്. ഈ പറഞ്ഞ ബിജുക്കുട്ടനായാലും മണിക്കുട്ടനായാലും എല്ലാവർക്കും അങ്ങനത്തെ ഒരു എല്ലാവർക്കും ഒരു ഏജ് കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്തു. ശരിയാ. ഇതിപ്പോ പൊതുവിൽ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമ്മൾ സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ കിട്ടുമ്പോൾ ചോദിക്കുന്ന ഒരു ക്ലിഷേ ചോദ്യമുണ്ട്. ആ ചോദ്യം തന്നെ ചോദിക്കണമെന്ന് തോന്നുന്നു. കാരണം ഈ മേക്കപ്പ് ഇടുന്നത്, മേക്കപ്പ് അല്ലാതെയും ഒക്കെ ഭയങ്കര സുന്ദരനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആരായിരിക്കും ചേട്ടന്റെ മനസ്സിൽ നടൻ എന്ന് പറയുമ്പോൾ? ജഗതി ചേട്ടനൊക്കെ നല്ല സ്കിന്നാ, നല്ല നമ്മളെ ശരിക്കും അങ്ങനത്തെ ഒരു സ്കിൻ ടോണൊന്നും നമുക്ക് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ വെളുപ്പോ കറുപ്പോ എന്നല്ല പറഞ്ഞത്, അതൊരു പ്രത്യേക ഒരു കളറാണ്. നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ടോൺ നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ജഗതി ചേട്ടന് മേക്കപ്പ് ചെയ്യേണ്ട. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റും പണ്ടൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. പണ്ട് അസിസ്റ്റന്റ് നിൽക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ അത്രയും തിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യും. ചിലവർ കഴുത്ത് കൈയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയ കാലം മുതൽ കുറെ ആർട്ടിസ്റ്റിനൊക്കെ നമ്മൾ പറ്റിക്കും. അതായത് നമ്മൾ മേക്കപ്പ് ചെയ്യാണെന്ന് കാണിക്കും, പക്ഷെ ഒന്നും ചെയ്യില്ല. എല്ലാ ആർട്ടിസ്റ്റും മിററിൽ നോക്കൂല. ചിലവർ മേക്കപ്പ് കഴിഞ്ഞാൽ അപ്പം തന്നെ നേരെ എണിച്ചു പോകും. ചിലവർ മാത്രം മിററിൽ നോക്കും. ചിലവർ ആവശ്യപ്പെടും കുറച്ചുകൂടി മേക്കപ്പ് വേണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് ഒരുവിധം നമ്മൾ മേക്കപ്പ് ഫൗണ്ടേഷൻ എന്നുള്ള പരിപാടി ഇപ്പം ഇല്ല, തീരെ ചെയ്യാറില്ല. ടെൻഷൻ തോന്നുന്ന ഒരു താരം ആരാണ്? ഇത് എത്ര വന്നാലും ഒരു തൃപ്തി വരാതിരിക്കുമോ അങ്ങനെ ഫീൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെ ഇല്ല. കാര്യം നമുക്കൊരു തൃപ്തി വരാതിരിക്കുക, നമുക്ക് വരും. കാര്യം വെച്ചാല് നമ്മളൊരു ഇപ്പൊ എല്ലാ കങ്കുവായിക്കോട്ടെ അടവിതായിക്കോട്ടെ നമ്മൾ ചെയ്ത എല്ലാ സിനിമകളും വീണ്ടും വീണ്ടും കാണുമ്പോൾ നമ്മൾ ആലോചിക്കും കുറച്ചുകൂടി ബെറ്റർ ആക്കാം. ഇപ്പൊ നമ്മുടെ മനസ്സെന്ന് വെച്ചാൽ ഇപ്പൊ ഏതൊരു സിനിമ അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേ സെയിം ക്യാരക്ടേഴ്സ്, ഇപ്പൊ നമ്മള് പ്രിയാമണിയുടെ ഒക്കെ നമുക്ക് അവാർഡ് കിട്ടിയ സിനിമ തിരക്കഥയ്ക്ക്, അപ്പൊ അതേപോലൊരു ക്യാൻസർ പേഷ്യന്റ് ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരു 10 ഇരട്ടി ബെറ്റർ ആയിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റും. അത് നമുക്ക് അന്ന് തോന്നി തന്നെ. അന്ന് നമ്മൾ ഇതിനേക്കാൾ ബെറ്റർ ആക്കാൻ തോന്നി. ഇപ്പൊ എനിക്ക് 10-12 വർഷമായി. അപ്പൊ ഓരോ വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴും അതിനേക്കാളും കൂടുതൽ ബെറ്റർ ആക്കാനും പറ്റുള്ളൂ. ഒരിക്കലും അത് നമുക്ക് 100% എന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് മാത്രം ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷെ അത് ബെറ്റർ ആക്കുമ്പോൾ അത് ഫ്രെയിമിൽ വരുമ്പോൾ വേറൊരു ഭംഗിയായിരിക്കും. അതുപോലെ ഇപ്പോ പൊതുവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ കോമ്പോയിൽ ഒരു ചിത്രം എത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലുള്ളത് ആകെ ഇപ്പോൾ ചില ഹിന്ദികൾ മാത്രമാണ് ഉള്ളത്. അതിൽ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നത് ഒരു വമ്പൻ പ്രൊജക്റ്റാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലും ചേട്ടനാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ ആ ഒരു കോംബോ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നുകൂടിയാണ്. എനിക്ക് തോന്നുന്നു അതിൽ ഫഹദിന്റെ ഒരു കോമ്പിനേഷൻ കൂടി വരുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൽ ചേട്ടൻ ഇപ്പൊ നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് എങ്ങനെയായിരിക്കും? അല്ല, ഇപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഷെഡ്യൂൾ മാത്രം തുടങ്ങുന്നുള്ളൂ. നമ്മളൊരു എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞു ഇപ്പോഴും ഞങ്ങളൊരു മീറ്റിങ്ങോ ഡിസ്കഷനോ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഡിസംബറിലൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഈ സിനിമ ഒരു പൂർണ്ണ രൂപം നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന മാത്രം ഒരു ചെറിയ 3 ദിവസത്തെ 2 ഈ 4 പേരുടെ കോമ്പിനേഷൻ ഉണ്ടാവും. അതായത് മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ഈ ഒരു കോംബോ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ അവിടെ ഉള്ളത് എനിക്കറിയില്ല. ബാക്കിയുള്ള സീൻസിൽ വരാം. കാര്യം ഇങ്ങനെ 4 ആർട്ടിസ്റ്റ് ഉള്ളപ്പോൾ ചിലപ്പോൾ ഇനി എടുക്കുന്ന കാര്യം നമ്മൾ ഫുൾ സീൻ വായിച്ചിട്ടില്ല ഇപ്പോഴും. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും. കാരണം ആ ഒരു പ്രതീക്ഷ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവും. അങ്ങനെ നമ്മളൊരു മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റാർ ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ള അതിനേക്കാളും ഉപരി ഇതൊരു മഹേഷ് നാരായണന്റെ സിനിമയാണ്. കാര്യം മഹേഷ് നാരായണന്റെ മാലിക്കും ടേക്ക് ഓഫും അപ്പൊ ആ സിനിമകളൊക്കെ കണ്ടവരും വർക്ക് ചെയ്തവർക്ക് അറിയാം ഇത് ഏത് ടൈപ്പ് സിനിമ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അതിനുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അതിലിപ്പോ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾ കൂടുകയാണെങ്കിൽ അത്രയും ബെറ്റർ. അത് ശരിക്കും പറഞ്ഞാൽ അത് ആദ്യ സമയത്ത് ഫഹദിന്റെ കോംബോ ചോദിക്കാൻ കാരണം ഫഹദ് ഉണ്ടാവില്ല എന്ന തരത്തിലെ വാർത്തകൾ വന്നപ്പോൾ ആളുകൾ ഭയങ്കര നിരാശയായിരുന്നു. പല സിനിമയ്ക്ക് പല ആർട്ടിസ്റ്റും ഡേറ്റ്സും കാര്യങ്ങളും അതിപ്പോ എത്രയോ സിനിമകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് തഗ്ലീഫിനൊക്കെ ദുൽഖറായിരുന്നു ആദ്യം, അത് മാറിയിട്ട് അതൊക്കെ സിനിമ അതൊക്കെ സ്വാഭാവികം. ഓക്കെ, അപ്പോൾ നന്ദി ചേട്ടാ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ. താങ്ക് യു.